മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ ആ ഇരുമ്പ് വടി എടുത്ത് ഉണ്ണിയനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ നോക്ക്, ഇതുകൊണ്ട് അടിച്ചാലേ നല്ല വേദനയാ, നിനക്ക് പിന്നെ കുറച്ചു കാലത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വേണ്ട വേണ്ടെന്ന് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഉണ്ണിയുടെ കാല് നോക്കി തലങ്ങും വിലങ്ങിട്ട് അടിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ണിയാണെങ്കിൽ വേദന കൊണ്ടൊന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ കരയുന്നു. അങ്ങനെ അടി കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ മാർക്കോ ഉണ്ണിയുടെ വായിലെ ആ തുണിയെടുത്ത് കളയാണ്. എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. നിലവിളിക്കടാ, നീ നിലവിളിക്കണം. കണ്ണൻ സാറിന് വിഷവാതകം നിറച്ച് കൊല്ലാൻ നോക്കി അദ്ദേഹം രക്ഷിക്കെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? നിന്റെ മനസ്സ് കല്ലായിരുന്നില്ലേ? മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് അവരുടെ വേദന എന്താണെന്ന് നീ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഈ ശിക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഉണ്ണിയോട് പൊട്ടിത്തെറിക്കുന്നു. മാർക്കോ, മതി, എന്നെ തല്ലരുത്, എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി കരയുമ്പോൾ, ഇല്ലടാ, കഴിഞ്ഞിട്ടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിന്നെ ഒരുപാട് തവണ ഞാൻ വാൺ ചെയ്ത് വിട്ടതാണ്. ഇപ്പൊ നിന്റെ ഒരു കാലം ഞാൻ വിട്ടുവെച്ചിരിക്കുക. ഇനി കണ്ണൻ സാറിന്റെയോ മഹാലക്ഷ്മി മേഡത്തിന്റെയോ കുഞ്ഞിന്റെയോ മേത്ത് ഒരു തരി മണ്ണ് വീണ അതോടുകൂടിയിട്ട് നിന്റെ രണ്ടാമത്തെ കാലിന്റെയും കൈയിന്റെയും കൈകളുടെയും ശേഷി നഷ്ടപ്പെടും. അതുകൊണ്ട് നീ ഈ മാർക്കോ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വെച്ചോ. മഹാലക്ഷ്മിക്കും കണ്ണൻ സാറിനും കുഞ്ഞിനും കൂടപ്പറപ്പുകളെ പോലെ കൂട്ടിനായിട്ട് എന്നെയും ലോപ്പസിനെയും പോലെ ഒരുപാട് പേരുണ്ടടാ. ദൈവത്തിന്റെ സഹായമുള്ളവരാണ് അവര്. അതുകൊണ്ട് അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇനി നീ നോക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കോ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി എന്തായാലും ആ വീൽ ചെയർ ഉപയോഗിച്ചിട്ട് മതി നീ കമലേശ്വരത്തിലേക്ക് പോക്ക്. കാരണം എന്തായാലും ഏട്ടൻ നടന്നു തുടങ്ങിയ സത്യം നീ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വീൽ ചെയർ ഇനി വേസ്റ്റായി കിടക്കരുതല്ലോ, നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് ഉണ്ണിക്ക് വലിയ താക്കീത് കൊടുക്കുകയാണ്. തുടർന്ന് ലോപ്പസിനോട് കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഇപ്പോ നന്നായ കൂട്ടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ, സാറേ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. അവർക്കറിയാം അവരുടെ മോന്റെ കൂടെ സാറെ വിടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കില്ല എന്ന്. എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർക്കും പങ്കില്ല സാറേ. അറിയില്ല ലോപ്പസേ, എനിക്കിപ്പോ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. പിന്നെ നിങ്ങളെപ്പോലെ കുറച്ച് മനുഷ്യർ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെയും മഹിയുടെയൊക്കെ ചെറിയൊരു ആശ്വാസം എന്നൊക്കെ പറയുന്നു. അവിടേക്ക് മാർക്കോ വരികയാണ്. ആ, മാർക്കോ എത്തിയല്ലോ. എടാ, എന്തായി ഉണ്ണിയുടെ കാര്യം? അവന്റെ കാര്യേ നന്നായിട്ട് ഞാൻ തീരുമാനത്തിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവനെ തവിട് പൊടിയാക്കിയിട്ടുണ്ട്. ഇനി അവൻ പെട്ടെന്നൊന്നും കണ്ണൻ സാറിന്റെ നേർക്ക് കൈയോങ്ങില്ല. അങ്ങനെ സാറിനെ പേടിക്കാതിരിക്കും. വിഷവാതകം നിറച്ച് സാറിനെ കൊല്ലാനായിരുന്നു പ്ലാന്. ACL ഒരു പരമൻ അറിയപ്പെടുന്ന ഗുണ്ടയാണ്. അവന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഉണ്ണി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സഹായികളെയും ഉണ്ണിയെയും ഞാൻ ചോര തുപ്പിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ മാർക്കോ പറയുകയാണ്. മാത്രമല്ല, എനിക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ തോന്നിയത് വലിയ ഭാഗ്യം. ഞാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. പെട്ടെന്നാണ് ഒരു ഉൾവിളി വന്നത്. സാർക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നി. പിന്നെ സാർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്നെയും ലോപ്പസിനെയൊക്കെ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിന്റെയൊക്കെ തന്നെ രക്ഷകനായിട്ട് അവതരിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് പുറകെ നിങ്ങൾ പോലും അറിയാത്ത ദൈവിക ശക്തികൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അറിയാൻ മാർക്കോ, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ണൻ പറയുകയാണ്. എന്തായാലും ആ മൂന്നെണ്ണത്തിന്റെയും അഭിനയം കൊള്ളാം. മാർക്കോ കണ്ണനോട് മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഇനി സാറ് എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ചയാണ് കമലേശ്വരത്തിലുള്ള സാറിന്റെ ശത്രുക്കൾ കാണാൻ പോകുന്നത്. പക്ഷേ കൂടെ തന്നെ വലിയൊരു സർപ്രൈസും കൂടിയുണ്ട്. സാറ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അറിയാൻ സാധിക്കുമെന്ന് ഇങ്ങനെ പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ അത് പറയുന്നില്ല. ഉണ്ണിയെക്കുറിച്ചാണ് മാർക്കോ ഉദ്ദേശിക്കുന്നത്. ശേഷം ദുർഗയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. ദേ ഡി, അവിടെ ചായ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ എന്ന് പറയുമ്പോൾ, അമ്മേ, ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഉണ്ണിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിക്കാൻ? കണ്ണൻ വിളിച്ചിരുന്നു. ഉണ്ണിയും കണ്ണനും ഇപ്പൊ ഇങ്ങോട്ട് എത്തും. എന്നാലും എനിക്കെന്തോ പേടി തോന്നുന്നു. കുറെ നേരം ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ എടുക്കാതെ ആയപ്പോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീയും നിന്റെ ഭർത്താവും ഇക്കാലത്തൊന്നും നന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഉണ്ണി എന്തോ ഭാഗ്യത്തിന് ആ കണ്ണനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഇനി ഒരിക്കലും ഞാൻ കണ്ണൻ നശിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. ഒരുപാട് തവണ ഞാൻ ആ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, കണ്ണനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ വിഗ്രഹത്തിന് നല്ല ശക്തിയുണ്ടടി, ജീവനുള്ള വിഗ്രഹമാണ്. അതുകൊണ്ടാ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോ നമുക്ക് എല്ലാവർക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇനിയെങ്കിലും മാറി ചിന്തിച്ചാൽ നിങ്ങൾക്കൊക്കെ നല്ലത്. നിനക്ക് പറ്റുമെങ്കിൽ ആ വിഗ്രഹത്തിന് മുന്നിൽ പോയി തൊഴുക. അപ്പൊ പിന്നെ നിന്റെയും ഉണ്ണിയുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാരുണ്യം കാണിക്കാതെ ഇരിക്കില്ല ഭഗവാൻ. പിന്നെ കണ്ണനെയും മഹാലക്ഷ്മിയെയും നശിപ്പിക്കാനായിട്ട് ഇനി നോക്കണ്ട. അത് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാതെ മുത്തശ്ശിയുടെയും നിന്റെ ഭർത്താവിന്റെയും അച്ഛന്റെയും ഉപദേശം കേട്ട് ജീവിക്കണ്ട എന്നൊക്കെ കരുണയോട് പറയുന്നു. മാത്രമല്ല, നിനക്ക് വലിയ തെളിവ് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, പുഴയിൽ ഒഴുക്കിവിട്ട അയ്യപ്പ വിഗ്രഹം പിറ്റേ ദിവസം തന്നെ പൂജാമുറിയിൽ എത്തി. അതിനർത്ഥം എന്താ? അതിന് ജീവനുണ്ട്. അതുകൊണ്ട് സ്വയം മാറുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലതെന്ന് പറയുമ്പോഴേക്കും കാറിന്റെ ഹോണ് കേൾക്കുകയാണ്. ആ, കണ്ണനാണെന്ന് തോന്നുന്നു. ചെന്ന് വാതിൽ തുറക്കും. അങ്ങനെ
കരുണ ആവേശത്തോടു കൂടി ഇരിച്ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഡ്രൈവർ വീൽ ചെയർ എടുത്ത് മുന്നിലെ ഡോറ് തുറക്കുന്നത്. അങ്ങനെ കരുണയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുന്നു. ഉണ്ണിയാണെങ്കിൽ വീൽ ചെയറിൽ തപ്പിപ്പിടിച്ച് അങ്ങനെ കയറിയിരിക്കുകയാണ്. ദുർഗയും ആകെ ഞെട്ടിത്തരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ? ഉണ്ണി എന്ത് സംഭവിച്ചു? കണ്ണൻ എവിടെ എന്നൊക്കെ ചോദിച്ച് ദുർഗയാണെങ്കിൽ കരയുമ്പോൾ കണ്ണനാണെങ്കിൽ ബാക്കിലെ ഡോർ തുറന്ന് എഴുന്നേറ്റ് നടന്നു വരുന്നതാണ് കാണുന്നത്. ആ കാഴ്ച കണ്ട് ദുർഗയും കരുണയും ഒരേപോലെ ഷോക്കാവുകയാണ്. അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ സന്തോഷത്തിന്റെ കണ്ണീരാണ് വരുന്നത്. കരുണയാണെങ്കിൽ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുന്നു. മോനെ, നീ നടന്നു തുടങ്ങിയോ? നടന്നു തുടങ്ങിയ അമ്മേ. ഇപ്പോഴെന്നല്ല, ഒരുപാട് കാലമായി ഞാൻ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും എന്താ സംഭവിച്ചത്? അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും ആ ഞെട്ടലിൽ നിന്നും അവൾക്ക് അങ്ങോട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് ഇവനാണമ്മേ എന്നെ കൊല്ലാനായിട്ട് AC-യിൽ വിഷവാതകം നിറച്ചത്. കഷ്ടിച്ചായിരുന്നു ഞാൻ രക്ഷപ്പെട്ടത്. തീർന്നില്ല, അവൻ പോകുന്ന വഴിക്ക് കാറ് കേടാക്കി. എന്നിട്ടെന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും അവൻ തയ്യാറായില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കാറിൽ നിന്നും പുറത്തേക്ക് ഞെരങ്ങി ഇറങ്ങി. അതിനുശേഷം അവന് മനസ്സിലായി ഞാൻ നടക്കാൻ തുടങ്ങിയെന്ന്. സമനില തെറ്റിയ ഉണ്ണി വഴിയിൽ വെച്ച് എന്നെ തീർക്കാൻ നോക്കി. അപ്പോഴാണ് മാർക്കോയും ലോപ്പസും അങ്ങോട്ട് വന്നത്. അവരാണ് എന്നെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെന്നൊക്കെ പറയുമ്പോൾ, എടാ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? എടി പറയടി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ രണ്ടാളോടും ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഈ കരുണയും ഒന്നും പറയുന്നില്ല. അവരൊന്നും പറയില്ലമ്മേ, കാരണം ഇത്രയ്ക്കും ഈ രണ്ടുപേരും മാത്രം ഇനി നന്നാവില്ല എന്നൊക്കെ പറയുമ്പോൾ, മോനെ നീ നടന്നു തുടങ്ങിയല്ലോ, അമ്മയ്ക്ക് സന്തോഷമായടാ എന്നൊക്കെ പറയാണ്. ഡി ഇവനെയും കൂട്ടിയിട്ടേ കയറിപ്പൊടി അകത്ത് എന്ന് പറഞ്ഞ് ദുർഗയാണെങ്കിൽ കരുണയെ അവിടെ നിന്നും ആട്ടി വിടുകയാണ്. അങ്ങനെ കരുണ വളരെ സങ്കടത്തോടു കൂടി തന്നെ കരഞ്ഞുകൊണ്ട് ഉണ്ണിയെയും തള്ളി വീൽ ചെയറും തള്ളിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ദുർഗയാണെങ്കിൽ, മോനെ അമ്മയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് പറയുമ്പോൾ, അതിന് അമ്മയ്ക്ക് പങ്കിടുന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മോനെ. മാത്രമല്ല ആ റൂമിലേക്ക് പോയപ്പോൾ എനിക്കും ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് കാര്യമെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ ഉണ്ണി ഇനിയൊന്നും നന്നാവാൻ പോകുന്നില്ല. അമ്മേ, 1.5 വർഷമായി തോമസ് സാറുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട്. മഹാലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അതേ മോനെ, അവൾ നിന്റെ ഭാഗ്യമാണ്. അവളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അവളെപ്പോലുള്ള ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇപ്പൊ പോയവളുണ്ടല്ലോ, എൻ്റെ മോൻ്റെ ആയുസ് കുറയ്ക്കുമോന്ന് പോലും എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദുർഗ കരയാണ്. അമ്മ വിഷമിക്കണം, ഞാൻ ഈ സത്യം മറച്ചു വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. പിന്നെ എൻ്റെ കാര്യം ശരിയായതിനു ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം തുടങ്ങിയത്. അങ്ങനെയാണ് മഹി പ്രഗ്നന്റ് ആയത്. പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് മഹിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. അതിൽ അമ്മയും പെടും. പക്ഷേ അതൊക്കെ സഹിച്ചു. ഇങ്ങനെയൊരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ആരോഗ്യവാനായിട്ട് നടക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ, നന്നായിടാ മോനെ, അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ ഉണ്ണി ഒരിക്കലും ഇനി പഠിക്കില്ലല്ലോ, അവരൊരു നല്ല മനുഷ്യനാവാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ വിഷമിക്കുകയാണ്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ദുർഗയ്ക്ക് പങ്കില്ല എന്ന്. അങ്ങനെ റൂമിലേക്ക് എത്തുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, അയാളെ ഒരുപാട് കാലമായി നടക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ മുന്നിലെല്ലാം നമ്മളെ പൊട്ടന്മാരാക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഓ ആണോ, അങ്ങനെയാണോ? നിങ്ങൾ ഇവിടെ നിന്ന് എന്തൊക്കെ വീരവാദം ഇളക്കിയിട്ടാ പോയത്? അയാളെ കൊല്ലുന്ന തിന്നുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ, ആ പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് നല്ല ശക്തിയുണ്ടെന്ന്. നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. കേൾക്കാതെയല്ലേ ഇതുപോലെ ഓരോന്ന് ഒപ്പിച്ചത്. എടി ഇനി എന്നെ പഴിക്കാൻ നോക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എനിക്കറിയോ അയാൾ നടക്കുന്ന കാര്യം. ആ എന്നിട്ടിപ്പോ എന്തായി? ഏട്ടന്റെ വീൽ ചെയറേ പിശുക്കനായിട്ടുള്ള അനിയന് ഉപകാരപ്പെട്ടു. ആ മാർക്കോ കാല് തല്ലി ഓടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടായി. എന്താന്നല്ലേ, നിങ്ങളുടെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതുകൊണ്ട് ഈ വീൽ ചെയർ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ല. അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയേ എന്നൊക്കെ പറഞ്ഞ് കരുണ കളിയാക്കുമ്പോൾ, എന്താടി നീ എന്നെ കളിയാക്കുകയാണോ? കളിയാക്കല്ല, ഞാനേ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. ദേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ഔദാര്യത്തിലാണ് നിന്റെ മുത്തശ്ശി നിന്നെ ഇവിടേക്ക് വിട്ടയച്ചിരിക്കുന്നത്. അത് നീ മറന്ന് സംസാരിക്കണ്ട. ഓ ഔദാര്യം പോലും. കുറെ കാലമായി ഞാൻ ഇത് സഹിക്കുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഞാൻ. ആ മഹാലക്ഷ്മി മോളും ഇങ്ങോട്ട് വരുമല്ലോ. ആ കാഴ്ചയൊക്കെ എങ്ങനെ കണ്ടു നിൽക്കുമെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങളോടൊപ്പം വേറെ സമയത്ത് ഞാൻ അഹങ്കരിച്ചിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന്. കാരണം നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങൾ വെറും വട്ടപൂജയാണെന്നും എൻ്റെ ജീവിതം വട്ടപൂജ ആയിരിക്കുകയാണെന്നും എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ ബഹളം വെക്കുമ്പോൾ, നീ ഇപ്പം എന്താടി ഉദ്ദേശിച്ച് വരുന്നത്? ഒന്നുമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. എടി ഒരു കാര്യം ചെയ്യേ, എന്നെ ഒന്ന് പിടിച്ച് കിടത്ത്. ഓ പിന്നെ നിങ്ങളെ പിടിച്ച് താങ്ങാനും കിടത്താനൊന്നും എന്നെ കൊണ്ട് വയ്യ. എടി ഒരു ഭർത്താവേ വീണ് കിടക്കുമ്പോഴാ ഭാര്യയുടെ സഹായം വേണ്ടത്. ആണോ? അങ്ങനെയാണോ? എന്നാലേ ഈ ഭാര്യ സഹായിക്കുന്നില്ല. താഴെ നിങ്ങളുടെ ഏട്ടനും അമ്മയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ അമ്മേ ഏട്ടന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു.
അതങ്ങോട്ട് ഫലം കണ്ടു. എന്തായാലും അവരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കട്ടിലിൽ കയറി കിടന്നാൽ മതി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും അഹങ്കാരത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകുന്നു. ഈ സമയം ഉണ്ണിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ തനിനിറം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കഷ്ടിച്ച് കട്ടിലിലേക്ക് കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ അവൻ ചിന്തിക്കുകയാണ്, ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ വില തരികയുള്ളൂ എന്ന്, ഇല്ലാതായാൽ എല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ വിഷമിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.